എല്ലാവർക്കും നന്ദി. 101 സിനിമ ചെയ്യാന്ന് പറഞ്ഞത് ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഒരു 101 സിനിമ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണം. എനിക്ക് അറിഞ്ഞൂടാ ഇനി എത്ര കാലം ഞാൻ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ദിവസം ഞാൻ ഇന്നും ഓർമ്മിച്ചു. ഇനി 150ാമത്തെ സിനിമ ചെയ്താലും ഈ 101ാമത്തെ ഇത് എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലാക്കി നിൽക്കും. എല്ലാവർക്കും നന്ദി. എൻ്റെ ആദ്യത്തെ പടമാണ്, വിചിത്രമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ പടമാണ്. ഞങ്ങളുടെ 101ാമത്തെ പടമാണ്. എൻ്റെ ഒന്നും പുഴ 101. എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. എസ്പെഷ്യലി ടു ആസാദാണ് ആദ്യം വന്നത്. കാരണം ഞാൻ ആസാദിനെ പരിചയപ്പെടുന്ന ജയരാജ് സാറിൻ്റെ ക്യാമറ സഫാരി പറഞ്ഞ പടത്തിലായിരുന്നു. അപ്പോൾ അന്നേ ആസാദിനെ പറഞ്ഞായിരുന്നു ഒരു പടമുണ്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. ഇപ്പോൾ കേട്ടപ്പോൾ പ്രസന്നം ചേട്ടനെയും കണ്ടു. അങ്ങനെയാണ് ഇത് കഥ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു ഇത് ചെയ്യും എന്നുള്ളൊരു കാര്യം. വളരെ സന്തോഷമുണ്ട്. ഭയങ്കര നമ്മൾ സെറ്റിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്കിപ്പോൾ ശേഖർ പറഞ്ഞ പോലെ ആസാദും പ്രസന്ന ചേട്ടനൊക്കെ പറഞ്ഞു തന്ന സംഭവങ്ങൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. ആരും പരിചയമില്ല, പുതിയ സ്ഥലമാണ്, എല്ലാം പുതിയ ആൾക്കാരാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് സംഭവങ്ങളൊക്കെ കണ്ടിട്ട്. സോ ഇപ്പം ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന സ്ഥലത്ത് നിക്കാഹിൻ്റെ ലൊക്കേഷനിലാണ്. നവാഗതനായ ആസാദാണ് എൻ്റെ സംവിധായകൻ. ഇതിലെൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫറുടെ വേഷമാണ്. കംപ്ലീറ്റ് മുസ്ലിം പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥയാണ്. ഹാജിയാരുടെ ഒരു ഫ്രണ്ടാണ് കരുണൻ എന്ന ക്യാരക്ടറാണ് എൻ്റെ മരുമാനാണ് ശ്രീനാഥ് ഫാസി ആയിട്ട് വരുന്നത്. അതായത് എടാതടിയായിക്കകത്ത് വരുന്ന നായകന്മാരാണ് ശ്രീനാഥ് ഫാസിയും ശേഖർ മേനോനുമാണ് ഇതിൻ്റെ നായകന്മാർ. അതിൽ ശ്രീനാഥ് ഫാസിയുടെ അമ്മാവനായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. ശ്രീനാഥ് ഫാസി അവർ എൻ്റെ അസിസ്റ്റൻ്റ് ഫോട്ടോഗ്രാഫർമാരെന്ന് പറയാം. അവന്മാർ കാട്ടിക്കൂട്ടുന്ന വികൃതികളും അതിൻ്റെ പുറകെ ഞാൻ അനുഭവിക്കുന്ന ടെൻഷനുമൊക്കെയാണ് ഇതിലൊരു മൊത്തത്തിലൊരു കോമഡി എൻ്റർടൈൻമെൻറ്റാണ്. നിങ്ങളിത് കാണാൻ എന്നെ വിജയിപ്പിക്കണം എൻ്റെ ക്യാരക്ടർ.
നമസ്കാരം. ഞാനിപ്പോൾ നിക്കാഹിൻ്റെ ലൊക്കേഷനിലാണ്. ഇത് ക്യാപ്റ്റൻ രാജു സാറിൻ്റെ മകളുടെ നിക്കാഹ് നടക്കുന്ന വീടാണ്. ക്യാപ്റ്റൻ രാജു സാറിൻ്റെ അനിയത്തിയായിട്ടുള്ള ഖദീജ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഭർത്താവായി ശിവജി ഗുരുവായൂരും അഭിനയിക്കുന്നുണ്ട്. നല്ലൊരു കഥാപാത്രത്തെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം.